കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ സംഘർഷത്തിനിടെ KSU പ്രവർത്തകർക്ക് ആംബുലൻസ് സൗകര്യം ഒരുക്കി നൽകിയ പോലീസിനെതിരെ നടപടി. ചേർപ്പ് SHO KO പ്രദീപിനെ സസ്പെൻഡ് ചെയ്തു. അന്നമനട ബാബുരാജ് മാസ്റ്റർക്ക് ചാലക്കുടി ഫാസും കലാസ്നേഹികളും വിദ്യാർത്ഥികളും ഒരുക്കിയ ഗുരുദക്ഷിണ വേറിട്ടതായി. ആദരവ് സമ്മേളനം ചാലക്കുടി MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ സംഘർഷത്തിനിടെ KSU പ്രവർത്തകർക്ക് ആംബുലൻസ് സൗകര്യം ഒരുക്കി നൽകിയ പോലീസിനെതിരെ നടപടി. ചേർപ്പ് SHO KO പ്രദീപിനെ സസ്പെൻഡ് ചെയ്തു. കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷം നിയന്ത്രിക്കുന്നതിലും തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിലും പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടോ എന്ന ആരോപണം ഉയർന്നിരുന്നു. KSU പ്രവർത്തകരെ പോലീസ് തന്നെ ആംബുലൻസിൽ കയറ്റിവിട്ടതും വിവാദമായിരുന്നു. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ആംബുലൻസ് എത്തിച്ചത് എന്ന് SHO വിശദീകരണം നൽകിയെങ്കിലും ആംബുലൻസിന് ഉള്ളിൽ വെച്ച് KSU പ്രവർത്തകരെടുത്ത സെൽഫി വിനയായി. ഇതോടെയാണ് പ്രദീപിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് ഇറങ്ങിയത്. സംഗീത രംഗത്ത് 4 പതിറ്റാണ്ടായി സജീവ സാന്നിധ്യമായി ആയിരങ്ങൾക്ക് സംഗീതം പകർന്നു നൽകിയ അന്നമനട ബാബുരാജ് മാസ്റ്റർക്ക് ചാലക്കുടി ഫാസും കലാസ്നേഹികളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ഗുരുദക്ഷിണ വേറിട്ടതായി. എല്ലാവരും ചേർന്ന് 1,01,000 രൂപ ഗാനപ്രവീൺ അന്നമനട ബാബുരാജ് മാസ്റ്റർക്ക് ചടങ്ങിൽ വെച്ച് ഗുരുദക്ഷിണയായി സമർപ്പിച്ചു. ഗുരുദക്ഷിണ എന്ന ആദരവ് സമ്മേളനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിരവധിയായിട്ടുള്ള മേഖലകളിൽ സംഗീത സംവിധായകനായും അതുപോലെ അധ്യാപകനായും ഒക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരു മഹത് വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ ആരാധകരുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുള്ള മഹത്തായ ഒരു വ്യക്തിത്വമാണ്. നിരവധി മേഖലകൾ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് കലാസ്വാദനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശാന്തമാകാനും അതുപോലെ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിലൊക്കെ സമാശ്വാസം കണ്ടെത്താനും ഒക്കെ. ബാബുരാജ് മാസ്റ്ററുടെ ഗുരു കൂടിയായ അനന്തപത്മനാഭനെ ബാബുരാജ് മാസ്റ്റർ ആദരിച്ച് ദക്ഷിണ നൽകി. നഗരസഭാ ചെയർമാൻ ഇൻചാർജ് ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. അനന്തപത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. അന്നമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ മംഗളപത്രം സമർപ്പിച്ചു. ഫാസ്റ്റ് പ്രിൻസിപ്പൽ C ശശിധരൻ, വാർഡ് കൗൺസിലർ MM അനിൽകുമാർ, പാർലമെന്ററി പാർട്ടി ലീഡർ C സുരേഷ്, സംവിധായകൻ സുന്ദർദാസ്, ജോർജ് T മാത്യു, സദാനന്ദൻ മാസ്റ്റർ, KN ലീന മോൾ, രഞ്ജിത്ത് നവൻ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒട്ടനവധി സംഘടനകൾ, വ്യക്തികൾ മറ്റു ഉപഹാരം നൽകി ആദരിച്ചു. ബാബുരാജ് മാസ്റ്റർ മറുപടി പ്രസംഗവും നടത്തി. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ട്രൈബൽ മെന്റൽ ഹെൽത്ത് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. പഞ്ചായത്ത് തലത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാഴച്ചാൽ ഉന്നതി മുപ്പത്തി ഗീത നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ, ബ്ലോക്ക് മെമ്പർ ഷാൻഡി ജോസഫ്, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു വാസുദേവൻ, മലക്കപ്പാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഹബീബ് KA, കൊല്ലാത്തിരുമേട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ശശികുമാർ ചെങ്കൽ വീട്ടിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ രജിത് ഗോപിനാഥ്, ഡോക്ടർ പ്രശാന്ത് മാത്യു, ജൂ ഹെൽത്ത് ഇൻസ്പെക്ടർ നെജി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം നോഡൽ ഓഫീസർ ഡോക്ടർ പീറ്റർ ജോസഫ് ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി.
അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം നടന്നു. ന്യൂനപക്ഷങ്ങളെ ശാക്തീകരിക്കാനുള്ള സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുകയും വിദ്യാഭ്യാസ പ്രോത്സാഹനാർത്ഥം നൽകിവരുന്ന സ്കോളർഷിപ്പ് തുക പകുതിയാക്കി വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. റിട്ടയേർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം സലാഹുദ്ദീൻ മദനി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CS സിദ്ദിഖ് അധ്യക്ഷനായി. പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ MJ രാജു മുഖ്യാതിഥിയായിരുന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷൈനമോൾ ആലിഫ് മാഗസിൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KKTF ഫുട്ബോൾ ജില്ലാ ടീമിനുള്ള ജേഴ്സി വിതരണം KK അബ്ദുള്ള നിർവഹിച്ചു. പ്രതിനിധി സമ്മേളനം KM ഷമീർ ഉദ്ഘാടനം ചെയ്തു. പറവൂർ ഉപജില്ലാ ട്രഷറർ ഫസീല അബ്ബാസ്, അമ്മാർ മുടിക്കൽ എന്നിവർ സംസാരിച്ചു. യാത്രയപ്പ് സമ്മേളനം KKTF സംസ്ഥാന ട്രഷറർ മാഹിൻ ഭാഗവി ഉദ്ഘാടനം ചെയ്തു. ഇനി മറ്റു വാർത്തകളിലേക്ക്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറവൂർ ഏരിയ വാർഷിക സമ്മേളനം നടന്നു. പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ഡോക്ടർ SK ജയപ്രസാദ് അധ്യക്ഷനായി. ഗുരുതരമായ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെപ്പറ്റി കേരള ആക്ഷൻ ഫോഴ്സ് ഫാക്കൽറ്റി ജോബി തോമസ് ക്ലാസ് നയിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ MJ രാജു, ഡോക്ടർ മനു R മംഗലത്ത്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ദേവിദാസ് വെള്ളോടി, AMI എറണാകുളം സോൺ സെക്രട്ടറി ഡോക്ടർ ജോയ്സ് K ജോർജ്, ജില്ലാ സെക്രട്ടറി ഡോക്ടർ എലിസബത്ത് മാത്യു, ഏരിയ സെക്രട്ടറി ഡോക്ടർ രജനീഷ് P ജോസ്, ഏരിയ ട്രഷറർ ഡോക്ടർ VR രേഷ്മ, ജില്ലാ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അനിഷ വിമൽ, ഏരിയ വനിതാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഗിൽഷ, ഡോക്ടർ അർജുൻ A എന്നിവർ സംസാരിച്ചു. സമ്പാളൂർ സെന്റ് സേവിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അഖില കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചാലക്കുടി താലൂക്ക് തഹസിൽദാർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി ഫാദർ ജോൺസൺ പങ്കെടുത്ത് അധ്യക്ഷത വഹിച്ചു. മാള സബ് ഇൻസ്പെക്ടർ CK സുരേഷ്, ക്ലബ്ബ് പ്രസിഡന്റ് MP വർഗീസ്, സാബു ചാക്കോള എന്നിവർ സംസാരിച്ചു. KSSPU മേത്തല ഈസ്റ്റ് യൂണിയറ്റ് വാർഷിക യോഗം നടന്നു. എഴുത്തുകാരൻ UK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TK രമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം K അനീഫ, മുരളീധരൻ ആനാപ്പുഴ, TK സുരേന്ദ്രൻ, NA മഷറഫ്, VK ജോഷി, തങ്കരാജ്, ഷീല സുബ്രഹ്മണ്യൻ, മണി മേനോൻ, ശ്രീകുമാർ, ആനി, യുജിൻ, മാലതി എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സർവകലാശാല D-സോൺ കലോത്സവ വേദിയെ കലാപഭൂമിയാക്കിയ KSU കോൺഗ്രസ് ഗൂഢാലോചനയിൽ പ്രതിഷേധിച്ച് DYFI, ISFI എന്നിവയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിരോധ സംഗമവും പ്രകടനവും സംഘടിപ്പിച്ചു. പ്രതിരോധ സംഗമം DYFI ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളൊക്കെ ദീർഘകാലം ഇതിന്റെ ഈ സോണൽ കലോത്സവങ്ങളുടെ സംഘാടകരായി പ്രവർത്തിച്ചവരാണ്. ഈ തൃശ്ശൂർ ജില്ലയിൽ SFI നടക്കുന്ന D-സോൺ കലോത്സവത്തിന്റെ രചനാ മത്സരങ്ങൾ 6 മണിക്കപ്പുറം നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഓൺ സ്റ്റേജ് മത്സരങ്ങൾ വൈകാറുണ്ട്, ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാറുണ്ട്. എന്നാൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾക്കുള്ളിൽ നിർത്തിവെക്കപ്പെടുക KSUവിന്റെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം ഗുണ്ടാ സംഘം പൊതുവിദ്യാർത്ഥികൾക്ക് നേരെ അവരുടെ അഴിഞ്ഞാട്ടം നടക്കുക. 18 കേസും 25 കേസും 30 കേസുകളിലും പ്രതിയാക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ക്രിമിനലുകൾ കേരളത്തിൽ എവിടെയൊക്കെ കോൺഗ്രസിന് വേണ്ടി ഈ സുധാകരന്റെ ആർമിയുണ്ട്, ആ സുധാകരൻ ആർമിയായി പ്രവർത്തിക്കുന്ന ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളായ കുറച്ച് KSUവിന്റെ നേതാക്കന്മാർ, അവരുടെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായി ഈ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ്. ഇവിടെ ഈ ചേലക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചെറുതുരുത്തിൽ വലിയൊരു സംഘർഷം ഉണ്ടാക്കി. ആ സംഘർഷത്തിന്റെ ആണിക്കല്ലാണ് ഈ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്. ഏരിയ സെക്രട്ടറി ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ പ്രസിഡന്റ് R വിഷ്ണു, DYFI മാള ബ്ലോക്ക് സെക്രട്ടറി ധനുഷ് കുമാർ, SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാന്ദ്ര മോഹനൻ, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ T ശശിധരൻ, M രാജേഷ്, CPM ഏരിയ സെക്രട്ടറി TK സന്തോഷ്, DYFI ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സജിത്, ശരത്, SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സാലിഹ്, പ്രവീൺ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സിജിൻ, നവ്യ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ ശ്രീമദ് ഭാഗവത് ഗീതാജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. അമരിപ്പാടം ശ്രീനാരായണസ്വരം മഠാധിപതിയും യജ്ഞാചാര്യനുമായ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദയാണ് ഫെബ്രുവരി 7 വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത് ഗീതാജ്ഞാനയജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്.
കൊടുങ്ങല്ലൂർ പടിഞ്ഞാറേ നടയിലുള്ള പണിക്കേഴ്സ് ഹാളിലാണ് യജ്ഞം നടക്കുന്നത്. യജ്ഞാരംഭത്തിന് മുമ്പായി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും യജ്ഞദീപം, ഗ്രന്ഥം, ഭഗവാന്റെ തിരുവിഗ്രഹം എന്നിവ താലപ്പൊലിയോടുകൂടി ഘോഷയാത്രയായി യജ്ഞശാലയിലേക്ക് എഴുന്നള്ളിച്ചു. വടക്കേ നടയിൽ വെച്ച് സത്യധർമ്മനടികൾ യജ്ഞദീപത്തിലേക്ക് അഗ്നി പകർന്ന് യജ്ഞാചരൻ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദയ്ക്ക് കൈമാറി. വിഗ്രഹ ഘോഷയാത്ര യജ്ഞശാലയിലെത്തിയ ശേഷം എം.എൻ. നന്ദകുമാർ തന്ത്രി യജ്ഞദീപ പ്രകാശനം നിർവഹിച്ചു. യജ്ഞശാലയിൽ പ്രത്യേകം സജ്ജമാക്കിയ പീഠത്തിൽ സത്യധർമ്മനടികൾ വിഗ്രഹപ്രതിഷ്ഠയും നിർവഹിച്ചു. ഭാഷ്യപാരായണത്തോടുകൂടിയ യജ്ഞാരംഭം യജ്ഞാചാര്യനായ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ നിർവഹിച്ചു. എം.എൻ. നന്ദകുമാർ തന്ത്രി, ഇ.കെ. ലാലപ്പൻ ശാന്തി, സി.എസ്. സന്തോഷ് ശാന്തി എന്നിവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിഷ്ണു സഹസ്രനാമം നടന്നു. അഷ്ടമിച്ചിര ഉരുണ്ടോളി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. അഷ്ടമിച്ചിര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ദീപാരാധന, നിറമാല, തായമ്പക, ഗുരുതി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ശാസ്താംവിട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴി ശിലവിരിച്ചത് സമർപ്പണം നടത്തി. ശാസ്താവിടം ട്രസ്റ്റ് പ്രസിഡന്റ് എം.എൻ. ഉണ്ണികൃഷ്ണൻ സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് വേണു, ക്ഷേത്രം തന്ത്രി ഗിരീഷ് ചെമ്പനേടത്ത്, മേൽശാന്തി സന്തോഷ്, ട്രസ്റ്റ് ഭാരവാഹികളായ ഷാജി, അജിതൻ, സനോജ്, മറ്റു കമ്മിറ്റി അംഗങ്ങളും ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ സംഘർഷത്തിനിടെ KSU പ്രവർത്തകർക്ക് ആംബുലൻസ് സൗകര്യം ഒരുക്കി നൽകിയ പോലീസിനെതിരെ നടപടി. ചേർപ്പ് SHO KO പ്രദീപിനെ സസ്പെൻഡ് ചെയ്തു. അന്നമനട ബാബുരാജ് മാസ്റ്റർക്ക് ചാലക്കുടി ഫാസും കലാസ്നേഹികളും വിദ്യാർത്ഥികളും ഒരുക്കിയ ഗുരുദക്ഷിണ വേറിട്ടതായി. ആദരവ് സമ്മേളനം ചാലക്കുടി MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.